കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മനുഷ്യന്റെ അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തി. അന്വേഷണ സംഘം രേഖപ്പെടുത്തിയ 6ാമത്തെ സ്പോട്ടിൽ നിന്നാണ് ലഭിച്ചത്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഫോറൻസിക് ലാബിലേക്ക് മാറ്റി. പ്രദേശത്ത് മണ്ണ് മാറ്റിയുള്ള പരിശോധന തുടരുകയാണ്. നേത്രാവലി പുഴയുടെ മറുകരികിലെ വനമേഖലയിൽ മണ്ണുമാറ്റി നടത്തിയ പരിശോധനയിലാണ് മനുഷ്യന്റെ അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തിയത്. 100-ലധികം പെൺകുട്ടികളുടെ മൃതശരീരങ്ങൾ കുഴിച്ചുമൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അന്വേഷണത്തിനായി കർണാടക സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഡിജിപി പ്രണബ് മോഹന്തിയുടെ നേതൃത്വത്തിലുള്ള സംഘം വനത്തിനുള്ളിൽ 13 സ്ഥലങ്ങൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്നു. ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ 3ാമത്തെ ദിവസമാണ് അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തിയത്. 6ാമത്തെ സ്പോട്ടിൽ 2.5 അടി ആഴത്തിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത്. ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു അസ്ഥികൂട ഭാഗങ്ങൾ. എന്നാൽ ഇതൊരു പുരുഷന്റെ അസ്ഥികൂട ഭാഗമാണെന്നാണ് ഫോറൻസിക് സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. കണ്ടെത്തിയ ഭാഗങ്ങൾ വിശദ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് മാറ്റി. പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം വനം, റവന്യൂ ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും പ്രദേശത്തെ പരിശോധന തുടരാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയും പരിശോധനയിൽ സംഘത്തിനൊപ്പമുണ്ട്. മീഡിയ 1 കണ്ണൂർ.